മൂന്നാറിലേക്ക് ഒരു 4-5 തവണയെങ്കിലും മിനിമം ഞാൻ വന്നിട്ടുണ്ടാകും. അപ്പോഴൊക്കെ മിസ്സായിപ്പോയ കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യം ഞാൻ ഒറ്റയ്ക്ക് ഒരു സോളോ ട്രിപ്പായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഗ്യാപ്പ് റോഡിൽ കൂടെ നല്ല ഭംഗിയുള്ള റോഡിലൂടെ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് ഇൻ ബിറ്റ്വീൻ നിർത്തി നല്ല ക്ലൈമറ്റൊക്കെ എൻജോയ് ചെയ്ത് ഇവരെയൊക്കെ ഇങ്ങനെ പരിചയപ്പെട്ട് ഇങ്ങനെ പോവുമായിരുന്നു. ഇങ്ങോട്ടെന്നല്ല, സൂര്യനെല്ലിയിലാണ് നമ്മുടെ ബേസ് ക്യാമ്പ്. അവിടെ നിന്നാണ് രാവിലെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൺറൈസ് കാണാൻ നമ്മൾ കൊലുക്കുമലയിലേക്ക് പോകുന്നത്. ക്യാമ്പ് സൈറ്റിൽ വന്നിട്ടാണ് ഈ വ്യൂ കാണുന്നത്. എന്ത് ഭംഗിയാണെന്നറിയോ, ഫുൾ അവിടുത്തെ പൊന്മുടി ഡാമിൻ്റെ വ്യൂ ആണ് അവിടെ നിന്നുള്ളത്. നല്ല കാറ്റും നല്ല വ്യൂവും. അത് ഈ ക്യാമറയിൽ ആക്ച്വലി അവിടുത്തെ ഭംഗി ശരിക്കും ഇതിൽ അറിയാൻ പറ്റുന്നില്ല. അത്രയും ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ആ കാണുന്ന ഗ്രീൻ കളറിൽ ആ ഒരു ഷേപ്പിലുള്ളതാണ് എൻ്റെ റൂം. അവിടെയാണ് ഞാനിന്ന് താമസിക്കുന്നത്. ഞാനീ താമസിക്കുന്ന പോലത്തെ റൂം മാത്രമല്ല, അവിടെ കുറേ ടെൻ്റുണ്ട്. പിന്നെ എ ഫ്രെയിം റൂംസ് ഉണ്ടാവില്ലേ, അതെ ഇതുപോലത്തെ ഇതും ഉണ്ട്. നമുക്ക് ഈവനിങ് ഒരു സൺസെറ്റ് ട്രക്ക് ഉണ്ടായിരുന്നു. ഒരു 2 കിലോമീറ്റേഴ്സ് വണ്ടി പോകും, പക്ഷെ നമുക്ക് നടക്കാം. അങ്ങനെ നല്ല സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലം. കുറേ ബേർഡ്സിൻ്റെ സൗണ്ടും പിന്നെ നമ്മുടെ ഈ ക്യാമ്പിൽ നിന്നുള്ള ഒരു 4-5 പേരുടെ സൗണ്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഒരു ശബ്ദവും ഇല്ല. വണ്ടികളൊക്കെ വളരെ കുറച്ചേ വരുന്നുള്ളൂ. നല്ല ഭംഗിയുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തൂടെ നമ്മളിങ്ങനെ നടന്ന് മരങ്ങളുടെ ഇടയിലൂടെയൊക്കെ നടന്ന് ഒരു അടിപൊളി സ്പോട്ടിലെത്തും. നമ്മൾ കണ്ടില്ലേ അവിടുന്ന് റൂമിൽ നിന്ന് അതേ വ്യൂ ആണ്, പക്ഷേ അതിൻ്റെ കുറച്ചുകൂടെ അടുത്തുള്ളൊരു വ്യൂ. അപ്പോൾ അവിടെയാണ് നമുക്ക് പ്രോപ്പറായിട്ട് സൺസെറ്റ് കാണാം. കുറച്ചുകൂടെ ഓപ്പൺ എയർ ആണ്. പിന്നെ ഇത് കുറേ മരങ്ങളടുത്ത് ഏലയൊക്കെ കൊഴിഞ്ഞു പോയ മരങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ശരിക്കും ആ സണ്ണിൻ്റെ ഇതിലിങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. നമുക്ക് കുറേ നേരം അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കാം. ഭയങ്കര ഒരു പീസ്ഫുൾ ഈവനിങ്. ഇവിടെയാണ് നമുക്ക് ഫുഡൊക്കെ ഉള്ളത്. സോ നല്ലൊരു കട്ടനും കൂടുതൽ ബിസ്ക്കറ്റും കൂടെ കഴിച്ചു. പിന്നെ എല്ലാവരും ക്യാമ്പ് ഫയറൊക്കെ ആയിട്ട് അവിടെ ഇരുന്ന് എല്ലാവരും പരിചയപ്പെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്ത് ആ ഈവനിങ് അങ്ങനെ തീർന്നു. രാത്രി കിടന്നുറങ്ങിയപ്പോൾ 1:30 ആയെങ്കിലും രാവിലെ 4:30 എഴുന്നേറ്റിട്ടുണ്ട്. എന്തിനാന്നല്ലേ, ഇവിടെ നിന്നല്ല നമ്മൾ ജീപ്പ് എടുത്ത് നല്ലൊരു ചായയും ഇൻ ബിറ്റ്വീൻ കുടിച്ച് സൺറൈസ് കാണാൻ.
സൺറൈസ് കണ്ടിട്ട് എന്താ പറയുക, പറയാൻ വാക്കുകളില്ല. അത്രയും ഭംഗിയുള്ള സൺറൈസ് ആയിരുന്നു. നല്ല ഗോൾഡൻ കളറിൽ ഓറഞ്ച് കളറിലുള്ള സണ്ണും പിന്നെ നല്ല തണുത്ത കാറ്റ്. ഞാനിങ്ങനെ ഫ്രീസാകുമായിരുന്നു. ബട്ട് അതിനൊരു സുഖമുണ്ട് രാവിലെ എഴുന്നേറ്റ് ആ സൺറൈസ് കണ്ട തണുപ്പൊക്കെ അടിച്ച് കഴിയുമ്പോൾ. ഓഹ്, ഇതാണ് ബോസ് പീക്ക്. നമുക്ക് ഇവിടെ വന്ന് മുകളിൽ വന്നിട്ട് നമ്മൾ സ്റ്റേ ചെയ്യുകയാണ്, ടെൻ്റ് അടിക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ട്രക്ക് ചെയ്ത് കയറിയിട്ട് നമുക്ക് സൺറൈസ് അവിടെ നിന്ന് കാണാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. സൺറൈസ് കണ്ടു കഴിഞ്ഞ് ഇവിടെ ഒരു ടീ ഷോപ്പുണ്ട്. അവിടെ വന്ന് നല്ലൊരു മാഗി, ഒരു ടീയും. ബ്രേക്ക്ഫാസ്റ്റിന് തന്നെ മാഗിയാണ് കഴിക്കുന്നത്. പിന്നെ തണുപ്പുള്ള സ്ഥലത്ത് പോയി മാഗി ഒരു വീക്ക്നെസ് ആണല്ലോ നമുക്ക് എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ അത് കഴിച്ചു. അവിടെ നിന്ന് നല്ല വ്യൂ കണ്ടു. അവിടെ വെച്ചാണ് എൻ്റെ അടുത്ത് പറയുന്നത് ഏറ്റവും കൂടുതൽ ഹൈറ്റിലുള്ള ടീ ഫാക്ടറി അവിടെയാണെന്ന്. അതാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഞാൻ സൂം ചെയ്ത് കാണിക്കാം. അതാണ് അവിടെ നിന്ന് നല്ല ഭംഗിയുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ പോയി അതൊക്കെ കാണാം. പക്ഷേ നമ്മളെന്തായാലും അങ്ങോട്ട് ഇറങ്ങിയില്ല. പക്ഷെ അവിടെ ഉണ്ടാക്കുന്ന ടീയും ഇതൊക്കെ നമുക്ക് ഇവിടെ തന്നെ വാങ്ങിക്കാൻ കിട്ടും. നല്ല ടീ ആയിരുന്നു. അപ്പോൾ ടീ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അവിടെ പോകണമെങ്കിൽ എന്തായാലും വാങ്ങിക്കാം. ഇതാണ് ഏറ്റവും ഉയരത്തിലുള്ള ടീ ഫാക്ടറി. അവിടെ നിന്ന് അതൊക്കെ കഴിച്ച് കുറച്ച് ദൂരം നമ്മൾ നടന്നപ്പോഴത്തേക്ക് വന്നപ്പോഴേക്കും അവിടെ ഭയങ്കര തിരക്കാണല്ലോ. രാവിലെ സൺറൈസിൻ്റെ ടൈമിൽ ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ് ഇത്. പക്ഷേ എല്ലാ തിരക്കെല്ലാം മാറിയതിന് ശേഷം നമ്മൾ അങ്ങോട്ട് പോയത്. നല്ല കാറ്റുണ്ടായിരുന്നു. ഫുൾ ഫ്രീ ആയിട്ട് കൂടെ നല്ല വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റി. പിന്നെ ഇവിടെ കാണുന്ന പോലെ ഒന്നല്ല, ഇച്ചിരി ഈ സ്ലിപ്പാവുകയും വീണാൽ കൊക്കയിലേക്ക് പോവുകയും ചെയ്യുന്നൊരവസ്ഥയാണ് അവിടെ കാറ്റ് തന്നെ നമ്മൾ കൊണ്ടുപോകും. അങ്ങനത്തെ അത്രയും സ്ട്രോങ് കാറ്റും ഉണ്ടായിരുന്നു. എന്തായാലും അവിടെ നല്ല ക്ലൈമറ്റും വ്യൂവും ഒക്കെ അടിപൊളിയാണ്. ഇതാണ് അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ജാഗോ റോക്ക് എന്നല്ല ഇതിന് പറയാം. അങ്ങനെ ഒരുപാട് ഭംഗിയുള്ള വ്യൂ ഒക്കെ കണ്ട് ഫോട്ടോയൊക്കെ എടുത്ത് നമ്മളിനി തിരിച്ചു പോവാം. ബൈ ബൈ.